വീട് വെക്കാൻ പോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ വീടിന് പണി കിട്ടാതിരിക്കാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്ക്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പലരും ചോദിച്ചു, ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമല്ല ഈർപ്പത്തിൻ്റെ പ്രശ്നം, ഗ്രൗണ്ട് ഫ്ലോറിലും തറയിൽ നിന്ന് 2 അടി ഉയരത്തിൽ ഭിത്തി ഇങ്ങനെ നനഞ്ഞ് കുതിർന്ന് ഇളകിപ്പോണത് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതിൻ്റെ ഒന്നാമത്തെ കാരണം, നമുക്ക് ഇതുപോലത്തെ ഒരു വലിയ വീട് വെക്കാൻ നേരത്ത് ഈ വീടിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്, അതിൻ്റെ ഡെഡ് ലോഡ്. ഈ ഡെഡ് ലോഡ് നമ്മുടെ ഈ ഭൂമിയിലേക്ക് ഒരു പ്രഷർ കൊടുക്കും. ആ പ്രഷർ കൊടുക്കാൻ നേരത്ത് ഭൂമി നിരപ്പിലുള്ള വെള്ളം, ജലാംശം പതുക്കെ നമ്മൾ കൊടുക്കുന്ന പ്രഷറിൽ മേലോട്ട് കയറി വരും. ഇതിനെ കാപ്പിലറി ആക്ഷൻ എന്ന് പറയും. നമ്മളൊരു ചെളിയിൽ ചവിട്ടുമ്പോഴത്തേക്ക് താഴത്തെ വെള്ളം മേലോട്ട് കയറി വരുന്ന പോലെ അത് പതുക്കെ നമ്മുടെ ഫൗണ്ടേഷൻ വഴി, നമ്മുടെ ബെൽറ്റ് വഴി നമ്മുടെ ഭിത്തിയിലോട്ട് കയറാൻ നേരത്താണ് ഈ ഈർപ്പം നമുക്ക് കാണപ്പെടുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം, നമ്മൾ വീട് വെക്കാൻ നേരത്ത് നമ്മുടെ പ്ലിന്ത് ബീം, അതായത് ഏകദേശം 40 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഡെപ്ത്. ഇതുപോലത്തെ വലിയ പ്ലിന്ത് ബീമുകൾ കൊടുക്കാൻ നേരത്ത് ഈ ഭൂമിയിൽ നിന്നും ഈർപ്പം കയറി വരാൻ നേരത്ത് ഈ കോൺക്രീറ്റിനെ പെനിട്രേറ്റ് ചെയ്ത് മേലോട്ട് എത്താനായിട്ട് അത് കുറച്ച് പ്രയാസപ്പെടും. അപ്പം ഈർപ്പം മേലോട്ട് കയറി വരാനുള്ള ആ ചാൻസസ് വളരെയധികം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ചെറിയ ബെൽറ്റുകൾ കൊടുക്കുന്ന മേളിൽ. അപ്പോൾ ഈ ചെറിയ ബെൽറ്റുകൾ കൊടുക്കാൻ നേരത്ത് ഈസി ആയിട്ട് നമുക്ക് വെള്ളം ആ ബെൽറ്റുകളെ പെനിട്രേറ്റ് ചെയ്ത് മേലോട്ട് വരാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം ഇത്രയും വലിയ ബീമുകൾ കൊടുക്കാൻ നേരത്ത് നമുക്ക് ഒരു പരിധി വരെ വെള്ളം മേലോട്ട് കയറി വരുന്നത്, ജലാംശം കയറി വരുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇവിടുത്തെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ റോഡ് ലെവലിനേക്കാളും ഒത്തിരി താഴ്ന്നിട്ടാണ് നമ്മുടെ ഈ പുരയിടം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടുത്തെ റോഡ് ലെവലിൽ നിന്ന് 45 സെന്റിമീറ്റർ പൊക്കിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ പ്ലിന്ത് ബീമിന്റെ ലെവൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് ഭാവിയിൽ പൊങ്ങുകയാണെങ്കിലും ഈ പുരയിടത്ത് വെള്ളം നിൽക്കുകയാണെങ്കിലും നമ്മുടെ ജലാംശം മേലോട്ട് കയറി വരുന്നതിനെ നമുക്ക് നല്ല രീതിയിൽ ചെറുക്കാൻ കഴിയും. ഫ്യൂച്ചറിൽ നമ്മുടെ റോഡ് പൊങ്ങുകയാണെങ്കിലും നമ്മുടെ വീട് അന്നും ഉയർന്നു തന്നെ നിൽക്കും. പുരയിടം മാത്രം പിന്നീട് നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്തെടുത്താൽ മതി. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇഷ്ടിക പോലത്തെ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ ക്യൂറിങ് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഇഷ്ടിക നമ്മുടെ ഭൂമിയിലെ ജലാംശം ആകർഷിച്ച് ഭിത്തിയിൽ ഡാമിനസ് വരുത്താനായിട്ടും കാരണമാകും. നാലാമതായിട്ട്, നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് നല്ല വാട്ടർ പ്രൂഫിങ് കെമിക്കൽസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഹൈഡ്രോലോക്ക് പുട്ടിയും ഹൈഡ്രോലോക്ക് പെയിന്റും ഉപയോഗിക്കുന്നതും നമ്മുടെ ഡാമിനസ് തടയുന്നതിന് വളരെ ഉപകാരപ്രദമായിരിക്കും. അടുത്ത 5ാമത്തെ കാര്യം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതായത് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് നൽകുക. അപ്പോൾ ഇവിടെ നമ്മൾ ബാൻവെറ്റ് എന്ന കെമിക്കലാണ് ഡാം പ്രൂഫ് കോഴ്സിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ എർത്ത് ഫില്ലിങ്ങിന് മുമ്പായിട്ട് 2 ലെയർ അപ്ലൈ ചെയ്യുക, എർത്ത് ഫില്ലിങ്ങിന് ശേഷം 1 ലെയർ അപ്ലൈ ചെയ്യുക. കാരണം എർത്ത് ഫില്ല് ചെയ്യാൻ നേരത്ത് ഹിറ്റാച്ചി പോലുള്ള വാഹനങ്ങളിൽ കയറി അതിൻ്റെ കോഴ്സിൻ്റെ ലെയർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം 2 ലെയർ എർത്ത് ഫില്ലിങ്ങിന് മുമ്പായിട്ടും എർത്ത് ഫില്ലിങ്ങിന് ശേഷവും നമ്മൾ ബാൻവെറ്റിൻ്റെ ലെയർ അപ്ലൈ ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഷാജിയേട്ടൻ പറയുന്നതായിരിക്കും. പ്ലിന്ത് ബീമിന്റെ വർക്ക് പൂർത്തീകരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിന് നല്ലപോലെ ക്യൂറിങ് കൊടുക്കും. ക്യൂറിങ് കൊടുത്തിട്ട് ബ്രഷ് വെച്ച് ഇതിലെ ഡസ്റ്റുകൾ കംപ്ലീറ്റും നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം 2 കോട്ട് ബാൻവെറ്റ് ഇതിൽ അപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മൾ ഇതിൽ എർത്ത് ഫില്ല് ചെയ്യും. എർത്ത് ഫില്ല് ചെയ്ത ശേഷം വീണ്ടും ഒന്നുകൂടെ ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ പുറത്ത് 1 കോട്ട് കൂടെ ബാൻവെറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. വീട് നമ്മുടെ ഒരു ആയുസിന്റെ അധ്വാനമാണ്, നമ്മുടെയൊക്കെ സ്വപ്നവും. അപ്പോൾ അത് പണിയാൻ നേരത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കണം. നിലവിൽ നിങ്ങളുടെ വീട്ടിലെ ഡാമിനസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള വീഡിയോ ഞങ്ങളുടെ പേജിലുണ്ട്. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് DM ചെയ്യുക, ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.